പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലെ മൊബൈൽ മറ്റുള്ളവരുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മൾ എന്തെല്ലാം ചെയ്തു, അതായത് നമ്മൾ ഏതെല്ലാം വീഡിയോസ് കാണുന്നു, ഗൂഗിളിൽ എന്തെല്ലാമാണ് സെർച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ മാപ്പ് ഏത് രീതിയിലുള്ള എവിടെയൊക്കെയുള്ള കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു നിമിഷം മതി, ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാം അറിയാനായിട്ട് സാധിക്കും. അതപ്പോൾ അറിയുന്നത് അവരെങ്ങനെയാണ്, അത് തടയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അതപ്പോൾ മറ്റുള്ളവർക്ക് അറിയുന്നത് എങ്ങനെയാണ്, അത് തടയുന്നത് എങ്ങനെയാണ്, ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് മൈ ആക്ടിവിറ്റി എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റി എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്, നമ്മൾ യൂട്യൂബിൽ ഇതേമാതിരി യൂട്യൂബിൽ എന്തെല്ലാമാണ് കണ്ടിരിക്കുന്നത്, ഏതെല്ലാം വീഡിയോസ് കണ്ടിരിക്കുന്നു, ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനായിട്ട് നമുക്ക് മുകളിലായിട്ട് വരാം. ഇവിടെയായിട്ട് നമുക്ക് ഗൂഗിൾ പ്രൊട്ടക്ട് യുവർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയായിട്ട് എഴുതിയിട്ടുണ്ട് മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ട് മുകളിൽ കാണുന്ന റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമുക്കിത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇതൊന്ന് ടച്ച് ചെയ്യാം ആദ്യമേ. ഓക്കെ, നമ്മളിവിടെ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സേവ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് സേവ് ചെയ്താലുടൻ തന്നെ യൂസ് പാറ്റേൺ അല്ലെങ്കിൽ ടച്ച് ദ ഫിംഗർ പ്രിന്റ് സെൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിന്റ് കൊടുത്താലും മതി, അല്ലെങ്കിൽ പാറ്റേൺ അതിൽ ഏത് വേണേലും നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഫിംഗർ പ്രിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഇത് നമ്മുടെ ആക്ടിവിറ്റി ലോക്ക് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈൽ ആയാൽ പോലും നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ വെരിഫൈ എന്നുള്ളിടത്തോട്ട് ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെരിഫൈ എന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഫിംഗർ പ്രിന്റ് ചോദിക്കുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് ഞാൻ കൊടുത്തതിന് ശേഷം ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ആയപ്പോൾ നമുക്കിവിടെ കണ്ടാലറിയാം, ഇത് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ആക്ടിവിറ്റി മൈ ആക്ടിവിറ്റി മൊത്തം കാണിക്കുന്നുണ്ട് അല്ലേ, അതിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പം മറ്റൊരാളുടെ കയ്യിൽ നമ്മുടെ മൊബൈൽ കിട്ടിയാൽ പോലും അവരിത് ഇതേമാതിരി ഇങ്ങനെ മൈ ആക്ടിവിറ്റി ഇങ്ങനെ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും ഇങ്ങനെ വെരിഫൈ ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തടയാൻ സാധിക്കുന്നത്. മറ്റൊരാൾക്ക് നമ്മൾ മൊബൈൽ കൊടുത്താൽ പോലും അവരത് കാണണമെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഇല്ലാതെ അവർക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്തിട്ടിരിക്കേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ മറ്റൊരാൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും ഇങ്ങനെ ഫിംഗർ പ്രിന്റ് ആവശ്യപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിടേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.